ഒരുപാട് ആൾക്കാരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിം ഫ്രാഞ്ചൈസികളിൽ ഒന്നായിരിക്കും പ്രഡേറ്റർ ഫ്രാഞ്ചൈസി. കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ തന്നെ കണ്ടു വളർന്നു വന്നിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണിത്. അപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ അഡീഷനാണ് പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടിക്കാലത്തിൽ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി കണ്ടിരുന്ന ആ ഒരു ഫ്രാഞ്ചൈസി ഇന്ന് എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതും അതിനെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ മാറ്റിയേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കില്ലർ ഓഫ് കില്ലേഴ്സ് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. ഡാൻ ട്രച്ചൻബർഗ് ആണ് ഇപ്പോൾ പ്രഡേറ്റർ ഫ്രാഞ്ചൈസിയെ മുൻപോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇപ്പോൾ ഈ ഒരു പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സും ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേ അദ്ദേഹം പ്രേ എന്ന് പറയുന്ന പ്രഡേറ്റർ ഫ്രാഞ്ചൈസി വരുന്നൊരു സിനിമയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു സീക്വൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കില്ലർ ഓഫ് കില്ലേഴ്സിൻ്റെ ഒരു സീക്വൽ വരുന്നുണ്ട്, പ്രഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഇങ്ങനെ 3 സിനിമകളാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അതിൽ പ്രേ കഴിഞ്ഞു. പ്രേ ഇറങ്ങിയത് ഒരു രക്ഷയില്ലായിരുന്നു. അതായത് ഒരു മാരക ഐറ്റമായിരുന്നു. പ്രേ എന്ന് പറയുന്ന പ്രഡേറ്റർ മൂവി ഇറങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് അൺലിമിറ്റഡ് പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, പല ടൈം ലൈൻസിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, പല ടൈപ്പിലുള്ള ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, പല കസ്റ്റംസ്, കൾച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രഡേറ്റർ മൂവീസ് ഇറക്കാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയത് ആക്ച്വലി പ്രേ കണ്ടപ്പോഴായിരുന്നു. ആ ഒരു സംഭവത്തിനെ തന്നെയാണ് റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സും എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതൊരു ആനിമേറ്റഡ് മൂവിയാണ്. പക്ഷേ ഈ ഒരു സിനിമ എക്സ്പ്ലോർ ചെയ്ത് വെക്കുന്ന പ്രഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ കാര്യങ്ങളെന്ന് പറയുന്നത് വേറെ ലെവലാണ്, അന്യായമാണ്. ഇത് ഒരു ആന്തോളജി മോഡിൽ പോകുന്നത് കൊണ്ട് തന്നെ 3 ഡിഫറൻറ്റ് സ്റ്റോറി ലൈൻസിലായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ഒന്ന് വൈക്കിങ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒന്ന് ജപ്പാനിലുള്ള സാമുറായ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, ആൻഡ് ഫൈനലി വേൾഡ് വാറിലുള്ള ഒരു സോൾജറിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പം ഈ 3 കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ആ ടൈമിലുണ്ടായിരുന്ന പ്രധാനമായിട്ടുള്ള വലിയ വാരിയേഴ്സിനിടയിൽപ്പെടുന്ന ആൾക്കാരാണ് ഇവർ. ഇപ്പം വൈക്കിങ്സും സാമുറായ്സും അതുപോലെ തന്നെ വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെന്നൊന്നും പറയുന്നത് നിസ്സാരക്കാരല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഹണ്ട് ചെയ്യാൻ വരുന്ന പ്രഡേറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു സിനിമ പോകുന്നത്. അപ്പം അന്തക്കാലത്തിൽ, അതായത് വൈക്കിങ്സിൻ്റെയൊക്കെ കാലത്തിൽ ഒരു പ്രഡേറ്റർ ഹണ്ട് ചെയ്യാൻ വരുമ്പോഴത്തേനും അവരെങ്ങനെ അതിനെ ഫേസ് ചെയ്യും, എന്തൊക്കെ ആയുധങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്, അവരതിനെ എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ഉള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ ആയിരിക്കും ജാപ്പനീസ് കൾച്ചർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി എഡോ പീരീഡ് അല്ലെങ്കിൽ ഷോഗണേറ്റിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ ജപ്പാൻ എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഒരു കൾച്ചറിനെ കാണിച്ചുകൊണ്ട് അതിനെ പ്രഡേറ്റർ ഫ്രാഞ്ചൈസി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. ആൻഡ് ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ച് ക്ലൈമാക്സിൽ ഒരു ഗ്രാൻഡർ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. എന്താണെന്നൊന്നും ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു ആകെ മൊത്തത്തിലൊരു 4 സ്റ്റോറി ലൈൻ ആയിട്ട് അല്ലെങ്കിൽ 4 ആക്ട് ആയിട്ടാണ് ഈ ഒരു സിനിമ മുൻപോട്ട് നീങ്ങുന്നത്. ആദ്യത്തെ 3 ആക്റ്റും വേറെ ലെവലായിട്ട് ഇവർ എടുത്തു വെച്ചിട്ട് ഫൈനൽ ആക്ട് എന്ന് പറയുന്നത് ഭയങ്കര റഷ്ഡാക്കി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഇതിന് ആകെ 1.5 മണിക്കൂർ ഇതായിരിക്കുള്ളൂ. അപ്പോൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് ഇവർ ഈ പടത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഫൈനൽ ആക്ട് എന്ന് പറയുന്നത് ഒരു 1 മേജർ റിവീലിംഗ് ആണ് ചെയ്യുന്നത്. ഈ ഒരു പ്രഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു 1 റിവീലിംഗ് ആണ് ആക്ച്വലി വന്നിട്ടുള്ളത്. അപ്പം അതിനെ കുറച്ചും കൂടെ ഒന്നൊരു വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ വെറൈറ്റി എന്നല്ല, കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിരുന്നത് നന്നായെന്ന് തോന്നി. ഒരു മണിക്കൂർ കാണിക്കേണ്ട ഒരു കാര്യത്തിനാണ് അവർ പെട്ടെന്ന് റഷ്ഡാക്കി തീർത്ത പോലെ ഫീൽ ചെയ്തത്. പക്ഷേ സ്റ്റിൽ നമുക്ക് വരാൻ പോകുന്നത് ചില്ലറ സംഭവമൊന്നും അല്ല എന്ന് തോന്നത്തക്ക രീതിക്കാണ് പ്രഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് അവസാനിക്കുന്നത്. ഇതിൻ്റെ ആനിമേഷൻ സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് ഉടനീളം ഇതിൻ്റെ ആനിമേഷൻ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് വളരെ രസത്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രഡേറ്റേഴ്സിൻ്റെ സ്റ്റൈൽസിനും അവർ അറ്റാക്ക് ചെയ്യുന്ന രീതിക്കൊക്കെ ഈ ഒരു ആനിമേഷൻ ഭയങ്കര സ്യൂട്ടബിൾ ആണെന്ന് തോന്നി. അതുപോലെ തന്നെ സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള വിഷ്വൽസ്, ഇവർ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ലൊക്കേഷൻസ്, കളർ ഗ്രേഡിങ്സ്, അതുപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഡിസൈൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, ആകെ മൊത്തത്തിൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സെക്കൻഡ് ആക്റ്റാണ്. അതായത് നമ്മുടെ സാമുറായ്സിനെ ബേസ് ചെയ്തുള്ള അത് ഭയങ്കര കിട്ടുമായിട്ട് തോന്നി. ഭയങ്കര ആർട്ടിസ്റ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ട് പീക്കായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം. അത് എത്രത്തോളം പറഞ്ഞറിയിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിഞ്ഞുകൂടാ. നിങ്ങൾ പ്രഡേറ്റർ ഫ്രാഞ്ചൈസിയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇതൊരു ആനിമേറ്റഡ് മൂവി ആയതുകൊണ്ട് കാണാൻ താല്പര്യം ഇല്ല എന്നാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഈ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് ഡയറക്റ്റ്ലി കണക്ഷനുള്ള, അതായത് ഇനി വരാൻ പോകുന്ന സിനിമ ആയിക്കോട്ടെ, ഇതിൻ്റെ മുൻപത്തെ സിനിമ ആയിക്കോട്ടെ, അതൊക്കെ ആയിട്ട് ഡയറക്റ്റ്ലി കണക്ഷനുള്ള കുറച്ച് ക്യാമിയോസിനെയൊക്കെ കാണിച്ചു പോകുന്നൊരു സിനിമയാണ്. സോ നിങ്ങളിത് കണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ വലിയ നഷ്ടങ്ങളൊക്കെ കണ്ടേക്കാന്ന് വരും. കാരണം എന്താ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വരത്തില്ല. അത്രയും വലിയൊരു പ്ലോട്ടാണ് ഇവർ ഈ ഒരു ചെറിയ സിനിമയ്ക്കകത്തോടെ, കൊച്ചു സിനിമയ്ക്കകത്തോടെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു മാരക ഐറ്റം എന്ന് ഞാൻ പറയും. കാരണം ഇത്രയും ഹുക്ഡാക്കി തുടക്കം തൊട്ട് അവസാനം വരെ ഒരു കണക്കിന് നമ്മളെ കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയില്ല. അതൊരു ആനിമേഷൻ സിനിമ വെച്ചാൽ അതിനെ നല്ലപോലെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലാത്തവരുണ്ട്, നിങ്ങൾ പ്രഡേറ്റർ ഫ്രാഞ്ചൈസിയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടു നോക്കാം. ഈവൻ നിങ്ങൾ പ്രഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടു നോക്കാം. കാരണം അങ്ങനെ ഒരു രീതിക്കാണ് പരിപാടി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.